ബയോവേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, ബയോവേൾഡിൽ നമ്മൾ ചെയ്ത അധിക വീഡിയോസും +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇന്നിപ്പോൾ തിങ്കളാഴ്ച, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് +1 വിദ്യാർത്ഥികളുടെ 2025 ആദ്യ പരീക്ഷയായിട്ടുള്ള കെമിസ്ട്രി. വരുന്ന വ്യാഴാഴ്ചയാണ് ബയോളജി എക്സാം. എങ്ങനെയായിരിക്കും +1 ബയോളജി എക്സാം അല്ലെങ്കിൽ മറ്റു എക്സാമുകൾ എന്നതിനെക്കുറിച്ച് ആശങ്കയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്, അധ്യാപകരും കുട്ടികളും ഒരുപോലെ. അപ്പോൾ ഏതായാലും അതെങ്ങനെ ഉണ്ടാവുന്നതിനെക്കുറിച്ച് പ്രഡിക്ഷൻ നടത്താൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കെമിസ്ട്രി എക്സാം. എനിക്ക് ആർക്കും സാധിക്കില്ല. ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അറ്റ്ലീസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ചെയ്തിട്ട് മാത്രമേ എക്സാമിലേക്ക് പോകാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻസ് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും നമുക്കതിനെ ഫേസ് ചെയ്യാൻ ഒരു പരിധി വരെ ഇതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രതിസന്ധികളിൽ നമുക്ക് വളരെ ധൈര്യപൂർവ്വം നമ്മുടെ എക്സാമുകളെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യാം. അത് ഡിഫിക്കൽട്ടാണെങ്കിലും വളരെ സിമ്പിളാണെങ്കിലുമൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നേരിടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കെമിക്കൽ കോർഡിനേഷൻ, അതായത് ഏറ്റവും അവസാനത്തെ സുവോളജി ചാപ്റ്ററിലെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ ചാപ്റ്റർ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2024 വന്ന 1 മാർക്കിൻ്റെ ചോദ്യമാണ്. എറിത്രോപോയിറ്റിൻ എ പെപ്റ്റൈഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. അതായത് ഇതൊരു ഹോർമോണിൻ്റെ പേരാണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവത്തിൻ്റെ ഓർഗാനിൻ്റെ പേരാണ്. ഹോർമോണിൻ്റെ പേര് എറിത്രോപോയിറ്റിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, നിങ്ങൾക്കറിയാവുന്നതുപോലെ കിഡ്നിയാണ് ഈ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. ഈ ഹോർമോണിൻ്റെ ഫങ്ഷൻ കൂടി നമുക്ക് പറയാം. നമ്മുടെ RBC സെല്ലുകളുടെ ഫോർമേഷനാണ് ഈ ഹോർമോണിൻ്റെ ഫങ്ഷൻ. സോ ദ ഫങ്ഷൻ ഓഫ് എറിത്രോപോയിറ്റിൻ ഈസ് ദാറ്റ് ഫോർമേഷൻ ഓഫ് RBC. ഓക്കെ, എറിത്രോ മീൻസ് RBC എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, വിച്ച് 2024 തന്നെ വന്നിട്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. താഴെ കൊടുത്ത അസുഖങ്ങൾ ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമുണ്ടാവുന്ന അസുഖങ്ങളാണ്? ഓക്കെ, അതിൽപ്പെട്ട ഒന്നാമത്തതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അസുഖം ഉണ്ടാവാൻ കാരണം ഏത് ഹോർമോണാണ്? വാസോപ്രസിൻ ഹോർമോണാണ്. വാസോപ്രസിൻ അഥവാ ADH എന്ന ഹോർമോൺ. വാസോപ്രസിൻ്റെ വേറെ പേരാണ് ADH. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുള്ള അസുഖമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇത്തരം ആളുകൾക്ക് മൂത്രത്തിലൂടെ കൂടുതലായി വെള്ളം നഷ്ടമാവും. അങ്ങനെ വെള്ളം നഷ്ടമാവുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്തതാണ് നമുക്ക് തൊട്ടു താഴെ ഡയബറ്റിസ് മെല്ലിറ്റസ് പറയാം. ഡയബറ്റിസ് മെല്ലിറ്റസിന് കാരണം ഇൻസുലിൻ ഹോർമോണിൻ്റെ കുറവാണ്. ഇൻസുലിൻ ഹോർമോൺ നമുക്കറിയാം, അത് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ കുറവ് മൂലമുള്ള അസുഖമാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹ അസുഖം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പാങ്ക്രിയാസിലുള്ള ബീറ്റാ സെല്ലുകളാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ക്രെറ്റിനിസം, തൈറോക്സിൻ്റെ കുറവ് മൂലമുള്ള അസുഖമാണ് ക്രെറ്റിനിസം. തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോഴുള്ള അസുഖമാണ് ക്രെറ്റിനിസം. അതിനെ നമുക്ക് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പോ മീൻസ് ഡിക്രീസ് ചെയ്യുക, തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയെ ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കും. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസവും തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറവൊക്കെ ക്രെറ്റിനിസത്തിന് കാരണമാവുന്നു എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തതാണ് ഡ്വാഫിസം. ഡ്വാഫിസത്തിന് കാരണം എന്താ? ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവിലെ കുറവാണ് ഡ്വാഫിസത്തിന് കാരണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ദ വാൾ ഓഫ് ഏട്രിയം സെക്രീറ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് പെപ്റ്റൈഡ് ഹോർമോൺ കോൾഡ് നോൺ ആസ് ഡാഷ്.
നമ്മുടെ ഹൃദയത്തിൻ്റെ ഏട്രിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഹൃദയത്തിലെ ഒരു ചേംബറാണ് ഏട്രിയം. ഈ ഏട്രിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ANF എന്നാണ് നമ്മൾ വിളിക്കുക. ANF സ്റ്റാൻഡ്സ് ഫോർ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഓക്കെ, ഇതാണ് ANF ഹോർമോൺ ഏട്രിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ANF ആണ്. ഈ ഹോർമോണിൻ്റെ പ്രത്യേകത ഇത് ഡിക്രീസ് ബ്ലഡ് പ്രഷർ, നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ANF. അതുകൂടി ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വാസോഡൈലേറ്റർ, രക്തക്കുഴലുകളുടെ വികസനത്തിനും ഡയലേഷന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ANF ഈസ് ഡാഷ്. ANF എന്താണ്? ഒരു വാസോഡൈലേറ്ററാണ്. രക്തക്കുഴൽ ഡയലേറ്റ് ചെയ്യുന്ന സമയത്താണ് പ്രഷർ കുറയുന്നത് എന്നുകൂടി ഓർത്ത് വെക്കുക. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഇൻ അവർ ബോഡി കാൽഷ്യം ലെവൽ ഈസ് റെഗുലേറ്റഡ് ബൈ ഡിഫറെൻറ്റ് ഹോർമോൺസ്. നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന പലതരം ഹോർമോണുകളുണ്ട്. നെയിം 2 ഹോർമോൺസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റെഗുലേഷൻ ഓഫ് കാൽഷ്യം. കാൽഷ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻസുകളുടെ പേരും എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കാൽഷ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. ഓക്കെ, ഈ തൈറോകാൽസിറ്റോണിൻ ഹോർമോണിൻ്റെ പ്രത്യേകത, ഇത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇയാളുടെ പ്രത്യേകത, ഇത് നമ്മുടെ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാൽഷ്യം കണ്ടെയ്നിങ് ഫുഡോ കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് എക്സസ് ആവും. ആ സമയത്ത് എന്ത് ചെയ്യും? തൈറോകാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഹോർമോണിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോകാൽസീമിക് ഹോർമോൺ എന്നാണ് വിളിക്കുക. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറക്കുക, കാൽസീമിക് കാൽഷ്യത്തിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കുന്നത് കൊണ്ട് ഈ ഹോർമോൺ എന്ത് വിളിക്കും? ഹൈപ്പോകാൽസീമിക് ഹോർമോൺ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തൊരു ഹോർമോണാണ്, ഇതിൻ്റെ പേരാണ് PTH അല്ലെങ്കിൽ പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതൊർമോൺ എന്നും ഈ ഒരു ഹോർമോണിന് പേരുണ്ട്. ഈ പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ പ്രത്യേകത, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡാണ്. PTH എന്ന് പറഞ്ഞാൽ പാരാതൈറോയിഡ് ഹോർമോൺ. ഓക്കെ, ഈ ഹോർമോണിൻ്റെ പ്രത്യേകത, ഇത് നമ്മുടെ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അളവ് കൂട്ടാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. ഇറ്റ് ഇൻക്രീസ് ദ കാൽഷ്യം ലെവൽ ഇൻ അവർ ബോഡി. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ തൈറോകാൽസിറ്റോണിൻ കാൽഷ്യത്തിൻ്റെ അളവ് കുറക്കാനും ആവശ്യമാണെങ്കിൽ കുറക്കാനും, അതുപോലെ PTH കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നു. ഇങ്ങനെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നതുകൊണ്ട് ഈ ഹോർമോണിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ എന്നാണ് നമ്മൾ വിളിക്കുക. ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. വളരെ നല്ല മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഹോർമോണിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ADH എന്ന് പറഞ്ഞാൽ വാസോപ്രസിൻ്റെ വേറെ പേരാണ്. ഈ ADHൻ്റെ ഫങ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, വാട്ടർ റീഅബ്സോർപ്ഷൻ സഹായിക്കുന്ന ഹോർമോണാണ്. ഓക്കെ, വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് ADH. ഓക്കെ, അതുപോലെ തന്നെ ആൻജിയോടെൻസിൻ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വാസോ കൺസ്ട്രിക്റ്റർ. രക്തക്കുഴലുകൾ കൺസ്ട്രിക്റ്റ് ചെയ്യാനും ബ്ലഡ് പ്രഷർ കൂടാനും വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണെന്ത്? ആൻജിയോടെൻസിൻ 2 എന്ന് വിളിക്കുന്നത്. എന്നാൽ ANF എന്ന് പറഞ്ഞാൽ എന്താ? ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, രക്തക്കുഴൽ ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയും സഹായിക്കുന്ന ഹോർമോണാണെന്ത്? ANF എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ 2 പോയിൻ്റ് ഓർത്ത് വെക്കുക. ഒന്നാമത്തത് ആൻജിയോടെൻസിൻ 2 ആണ്. ഇറ്റ് ഈസ് എ വാസോ കൺസ്ട്രിക്റ്റർ ആണ് ആൻഡ് ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ. 2 ANF ആണ്, അത് വാസോ ഡയലേറ്റർ ആണ് ആൻഡ് ഡിക്രീസ് ദ ബ്ലഡ് പ്രഷർ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊന്നാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷനാണ് റീഅബ്സോർപ്ഷൻ ഓഫ് NA+ൻ്റെ റീഅബ്സോർപ്ഷനാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് മെലാറ്റോണിൻ ഈസ് സെക്രീറ്റഡ് ബൈ 2022 ക്വസ്റ്റ്യനാണ്. മെലാറ്റോണിൻ ഈസ് സെക്രീറ്റഡ് ബൈ ഡാഷ് ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്
മെലാറ്റോണിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പീനിയൽ ഗ്ലാൻഡ്. ഈ മെലാറ്റോണിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് കോൾഡ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ 24 hour റിതം നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് മെലാറ്റോണിൻ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ഹോർമോൺ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അല്ലേ. എന്നിട്ട് റൈറ്റ് എനി ഫോർ എഫക്റ്റ് ഓഫ് ദിസ് എമർജൻസി ഹോർമോൺ. അഡ്രിനാലിൻ്റെയും നോർ അഡ്രിനാലിൻ്റെയും ഏതെങ്കിലും 4 ഫങ്ഷൻസ്, ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ എഴുതാം, പൈലോ ഇറക്ഷൻസ് എഴുതാം, സ്വെറ്റിംഗ് എഴുതാം, അതുപോലെ തന്നെ ഇൻക്രീസ് ഹാർട്ട് ബീറ്റ് എഴുതാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. ആൻഡ് 2022 ജൂണിലെ എക്സാമിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആഫ്റ്റർ ഓവ്യുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഇൻ ഓവറി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ സ്ട്രക്ചർ കോൾഡ് ഡാഷ്. അതാണ് ആൻസർ. എന്താണ്? കോർപ്പസ് ല്യൂറ്റിയം ആണ് അല്ലേ. അതായത് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോളിക്കിളിൻ്റെ അകത്താണ്. ഈ ഫോളിക്കിളിൻ്റെ അകത്തുള്ള ഓവം ചെയ്യും ദിസ് ഈസ് കോൾഡ് ഫോളിക്കിൾ. ഇതിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നതിന് എന്ത് വിളിക്കും? ഓവ്യുലേഷൻ എന്ന് വിളിക്കും. ഇതിന് ശേഷം ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കോർപ്പസ് ല്യൂറ്റിയം. കോർപ്പസ് ല്യൂറ്റിയത്തിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്കറിയല്ലോ. പ്രൊജസ്റ്ററോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയോ ടിഷ്യൂ ആണെന്ത്? കോർപ്പസ് ല്യൂറ്റിയം. പ്രൊജസ്റ്ററോൺ ഹോർമോണിനെ നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി നല്ലൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹൗ ഡസ് എക്സോക്രൈൻ ഗ്ലാൻഡ് ഡിഫർ ഫ്രം എൻഡോക്രൈൻ ഗ്ലാൻഡ്? ഒരു എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോക്രൈൻ ഗ്ലാൻഡുകൾക്ക് എന്തുണ്ടാവും? ഡക്റ്റുകൾ ഉണ്ടാവും. ഡക്റ്റുള്ള ഗ്രന്ഥികളെ വിളിക്കുന്ന പേരാണിത് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇത്തരം ഗ്രന്ഥികൾക്ക് എക്സാമ്പിളാണ് നമ്മുടെ സലൈവറി ഗ്ലാൻഡ്, നമ്മുടെ ഉമിനീർ ഗ്രന്ഥി, വിയർപ്പ് ഗ്രന്ഥിയൊക്കെ ഇത്തരം ഗ്രന്ഥികൾക്ക് എക്സാമ്പിളാണ്. എന്നാൽ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞതാണ്? ദേ ആർ ഗ്ലാൻഡ്സ് വിത്തൗട്ട് ഡക്റ്റ്. വിത്തൗട്ട് ഡക്റ്റ് ആയിട്ടുള്ള, ഡക്റ്റ് ഇല്ലാത്ത ഗ്രന്ഥികളെ വിളിക്കുന്ന പേരാണെന്ത്? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത്തരം ഗ്രന്ഥികളാണ് അധികവും എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അധിക ഗ്രന്ഥികളും ഒന്നെങ്കിൽ എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിരിക്കും അല്ലേ. പക്ഷേ ഒരു വ്യത്യാസമുള്ളൊരു ഗ്ലാൻഡാണെന്ത്? ഞാൻ കൂട്ടത്തിൽ പറയാണ്, പാൻക്രിയാസ് എന്ന് വിളിക്കുന്ന ഗ്രന്ഥി. പാൻക്രിയാസിൻ്റെ പ്രത്യേകത എന്താ? അത് ഒരേ സമയത്ത് എക്സോക്രൈൻ ഗ്ലാൻഡുമാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്. അതുകൊണ്ട് പാൻക്രിയാസിനെ നമ്മൾ എന്താ വിളിക്കുക? കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് പാൻക്രിയാസിനെ കോമ്പോസിറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കും? ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യുക? ബിക്കോസ് പാൻക്രിയാസ് ആക്ട് ആസ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഒരേ സമയത്ത് എക്സോക്രൈൻ ഗ്ലാൻഡായും എൻഡോക്രൈൻ ഗ്ലാൻഡായും പ്രവർത്തിക്കുന്നത് ഒരു ഗ്രന്ഥിയാണെന്ന് പാൻക്രിയാസ് എന്ന് നമുക്ക് ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യനാണ്, ഹോർമോണുകളുടെ പ്രവർത്തന രീതിയെ വിശദീകരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇൻ ദിസ് ഡയഗ്രാം എ ആൻഡ് ബി റെപ്രസെൻറ്റ് ഡാഷ്. ഓക്കെ, ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു സെല്ലാണെങ്കിൽ അത് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണിത്. ഓക്കെ, ഈ കാണുന്നതാണ് ഹോർമോൺ. ഈ ഹോർമോൺ നിങ്ങൾ നോക്കി, ഈ സെല്ലിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഈ കാണുന്ന ഇവിടെ ബൈൻഡ് ചെയ്തല്ലോ. അപ്പോൾ ഈ കാണുന്ന ഈ എ എന്ന് വിളിക്കുന്നതാണ് ഹോർമോണാണ് കേട്ടോ. ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹോർമോണാണ്. പക്ഷെ ഇവിടെ ലാബിലേക്ക് ഒരു സംശയം എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്ര വ്യക്തമല്ല. ഇതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇതാണ് റിസപ്റ്റർ കേട്ടോ. എന്താണ് റിസപ്റ്റർ? ഒരു സെല്ലിൽ ഹോർമോണുകളെ സ്വീകരിക്കുന്ന പ്രോട്ടീനുകളെ, സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണെന്ത്? റിസപ്റ്റർ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ അതായിരിക്കും ഇവിടെ മിക്കവാറും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് എന്താണ്? ഹോർമോൺ റിസപ്റ്റർ ചേർന്ന ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ കാണുന്ന ബി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള DNA ആണ്. ഓക്കെ, എന്താണ്? DNA ആണ്. ഈ DNA യുടെ പ്രവർത്തനങ്ങൾ, ജീനുകളുടെ
എക്സ്പ്രഷനെ നിയന്ത്രിക്കലാണ് ഈ ഒരു ഹോർമോണിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ചില ഹോർമോൺ, ഈ ഹോർമോണിൻ്റെ റിസപ്റ്റർ ഇവിടെയുള്ള സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്തല്ലേ. ഇത്തരം റിസപ്റ്ററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ. എന്നാൽ ചില ഹോർമോണുകളുടെ റിസപ്റ്ററുകൾ ഈ സെല്ലിൻ്റെ പുറമെ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇത്തരം റിസപ്റ്ററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അതുകൂടി ഓർത്ത് വെക്കുക. ഇനി മനോഹരമായ വേറൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ ഗ്ലാൻഡുകളുടെ പേരും അടുത്ത കോളത്തിൽ ഹോർമോണും അടുത്തതിൽ ഫങ്ഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ABCD 4 ഭാഗങ്ങൾ അടയാളപ്പെടുത്താണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്കറിയാം മെലാറ്റോണിൻ അല്ലേ, മെലാറ്റോണിൻ. ഓക്കെ, മെലാറ്റോണിൻ ഹോർമോണാണ്. അതിൻ്റെ ഫങ്ഷൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, റെഗുലേഷൻ ഓഫ് 24 hour റിതം ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് തൈമോസിൻ എന്ന ഹോർമോണിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഗ്ലാൻഡിൻ്റെ പേര് എഴുതണം. എന്താ അവിടുത്തെ ഗ്ലാൻഡിൻ്റെ പേര്? ഞാൻ ഇവിടെ എഴുതട്ടോ. അതാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്ത് മക്കളെ? എന്ത്? തൈമോസിനാണ്. ഇതിൻ്റെ ഫങ്ഷൻ കൂടി ഇവിടെ എഴുതണം. എന്താ തൈമോസിൻ്റെ ഫങ്ഷൻ? ഇമ്മ്യൂണിറ്റിയാണ്. എന്താ ഫങ്ഷൻ? അവിടെ നമുക്ക് നല്ല സ്പേസ് ഉണ്ടായിക്കോട്ടെ. ഇമ്മ്യൂണിറ്റിയാണ്, രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി സഹായിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂണിറ്റി തരുന്നത് ആരാണ്? തൈമോസിൻ എന്ന ഹോർമോണാണ്. കൂട്ടത്തിൽ ഇവിടെ പഠിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ തൈമസ് ഗ്ലാൻഡ് മുതിർന്നവരിൽ അത് ഡീജനറേറ്റ് ചെയ്യും. ഡീജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അവ ചെറുതായി ഇല്ലാതെയായി പോവും. അങ്ങനത്തെ പ്രത്യേകത കൂടി തൈമസ് ഗ്രന്ഥിക്ക് ഉണ്ടാവും. പ്രായമാവുന്ന സമയത്ത് നശിച്ചു രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കുറയാനുള്ള കാരണം ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആൻസർ ചെയ്യേണ്ടത്? തൈമസ് ഗ്രന്ഥി പ്രായമാവുന്ന സമയത്ത് ചെറുതായി നശിച്ചില്ലാതായി പോകുമ്പോൾ ഹോർമോണായിട്ടുള്ള തൈമോസിൻ്റെ അളവ് കുറയും. തൈമോസിൻ്റെ അളവ് കുറയുമ്പോഴത്തേയും രോഗത്തെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് നമുക്ക് കുറയും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹോർമോണിൻ്റെ പേര് കൊടുത്തുകൊണ്ട് ആൻഡ്രോജൻ ആണ്. ആൻഡ്രോജൻ ആണെങ്കിൽ ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാൻ്റെ പേര് നമുക്കിവിടെ എഴുതാം. ടെസ്റ്റിസ് ആണ് ആൻഡ്രോജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിസ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി 2021 വന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിച്ച് ഹോർമോൺ ഡെഫിഷ്യൻസി റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിസീസ്? ഈ അസുഖങ്ങൾക്ക് കാരണമായ ഹോർമോൺ ഏത്? ഹോർമോണിൻ്റെ കുറവാണ് താഴെ കൊടുത്ത അസുഖങ്ങൾക്ക് കാരണം. അപ്പോൾ ആദ്യം ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അത് ഇൻസുലിൻ്റെ കുറവാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, ഒരുപാട് വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ക്രെറ്റിനിസത്തിന് കാരണം എന്താണ്? ഹൈപ്പോതൈറോയിഡിസ് അല്ലേ. തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്തുണ്ടാകുന്ന അസുഖമാണ് ക്രെറ്റിനിസം. അതല്ലെങ്കിൽ തൈറോക്സിൻ്റെ കുറവ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡയബറ്റിസ് മെല്ലിറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ADH ഹോർമോണിൻ്റെ അല്ലെങ്കിൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്തുള്ള അസുഖമാണിത് ADH എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു അസുഖമാണ് ഗ്രേവ്സ് ഡിസീസ്. ഗ്രേവ്സ് ഡിസീസിൻ്റെ പ്രത്യേകത തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്ന സമയത്താണ്. എന്താ പറഞ്ഞത്? തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുക അല്ലേ, ആ സമയത്തുണ്ടാകുന്ന അസുഖമാണെന്ത്? ഗ്രേവ്സ് ഡിസീസ്. ഈ അവസ്ഥയെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ഹൈപ്പർ തൈറോയിഡിസം എന്നും വിളിക്കല്ലേ. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസം? തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ? എന്താ? തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണെന്ത്? ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ മീൻസ് കുറയുക, ഹൈപ്പർ മീൻസ് കൂടുക എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി മുൻപ് വന്ന വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു സംഭവം കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൽഡോസ്റ്റെറോൺ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഡാഷ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് ഗ്രന്ഥിയാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ എഴുതണം. അപ്പോൾ ആൽഡോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? അഡ്രിനൽ കോർട്ടെക്സ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്ക് ADH ഹോർമോൺ ഇവിടെ സെക്രീറ്റഡ് ബൈ. അപ്പോൾ ADH സെക്രീറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് എഴുതാം? പിറ്റ്യൂട്ടറി എന്ന് എഴുതാം അല്ലേ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ADH പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണെങ്കിലും
അത് പിന്നെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അത് എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡി എന്ന് വിളിക്കുന്ന ഭാഗത്ത് എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ എന്ത് ചെയ്യുക, അതിൻ്റെ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ADHൻ്റെ ഫംഗ്ഷൻ എന്താണ്? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അല്ലേ. അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷനാണ് റീഅബ്സോർപ്ഷൻ ഓഫ് Na+ൻ്റെ റീഅബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതും എഴുതി വെച്ചാൽ മതിയാവും. ഈ രൂപത്തിലൊരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നതാണ്. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ ബോയ് വാസ് ട്രാപ്ഡ് ഇൻ എ ലിഫ്റ്റ് ആൻഡ് ഹിസ് ഹാർട്ട് റേറ്റ് ആസ് വെൽ ആസ് ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസസ്. ഓക്കെ, നെയിം ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൻ്റെയും ശ്വാസത്തിൻ്റെയൊക്കെ റേറ്റ് കൂടാൻ കാരണം എന്താണ്? അപ്പോൾ നമ്മളതിവിടെ എന്താണ് ഹോർമോണിൻ്റെ പേര്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ് അല്ലേ. നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അഡ്രിനാലിനല്ലേ, എമർജൻസി ഹോർമോൺ എന്നല്ലേ വിളിക്കില്ലേ. വാട്ട് ഈസ് ദ കളക്റ്റീവ് നെയിം ഫോർ ദിസ് ഹോർമോൺ? ഇവിടെ 2 ഹോർമോൺ ഉണ്ട്. ഏതാണ്? ഒന്ന് അഡ്രിനാലിനും മറ്റേത് നോർ അഡ്രിനാലിനുമാണ് അല്ലേ. ഈ 2 ഹോർമോണുകളെ വിളിക്കുന്ന ഒറ്റ പേരുണ്ട്. രണ്ടിൻ്റെയും സിംഗിൾ നെയിമാണെന്ത് എന്താ നമ്മൾ വിളിക്കുക? കാറ്റക്കോളമൈൻ എന്നാണ് വിളിക്കുക അല്ലേ. കാറ്റക്കോളമൈൻ എന്നാണ് ഈ 2 ഹോർമോണുകൾ വിളിക്കുന്ന കളക്റ്റീവ് നെയിം എന്ന് വിളിക്കുന്നത്. ആൻഡ് വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദിസ് ഹോർമോൺ? ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഗ്ലാൻഡിൻ്റെ പേര് അഡ്രിനൽ ഗ്ലാൻഡാണ്. ഈ ഹോർമോൺ ഉണ്ടാക്കുന്നത്. വേർ ഈസ് ദിസ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ്? ഈ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ കിഡ്നിയുടെ മുകളിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണെന്ത് ഈ ഒരു ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇതിൽ അത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 or 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി 15ാമത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ദ റീജിയൻ ഓഫ് ദ ബ്രെയിൻ വിച്ച് കൺട്രോൾ ദ ഫങ്ഷൻസ് സച്ച് ആസ് ബോഡി ടെമ്പറേച്ചർ. ഇത് നമ്മളെ ഈ ചാപ്റ്ററിൽപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലല്ലേ. എന്നാൽ നമുക്ക് പറയാം ബോഡിയുടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗത്താണ് ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, നമ്മുടെ വേറെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യനാണ് കൂടി നമ്മൾ വായിച്ച സ്ഥിതിക്ക് അത് പറയാം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. നെയിം ദ ബോണി ക്യാവിറ്റി ഇൻ വിച്ച് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണപ്പെടുന്ന ഒരു ബോണി ക്യാവിറ്റിയുടെ പേരാണ്. എന്താണ് പേര്? സെല്ല ടെർസിക്ക എന്നാണ് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്ന ആ ഒരു ക്യാവിറ്റിയെ നമ്മൾ വിളിക്കുന്നത് അല്ലേ. ലിസ്റ്റ് എനി 3 ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദിസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ഹോർമോണുകളുടെ പേര് എഴുതാൻ പറയുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് ഹോർമോൺ ഉണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, LH ഹോർമോൺ ഉണ്ട്, FSH ഹോർമോൺ ഉണ്ട്, പ്രോലാക്റ്റിൻ ഉണ്ട്, ACTH ഉണ്ട്. അങ്ങനെ ഒത്തിരി ഹോർമോണുകൾ ഇവിടെ ഉണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ ABCD എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്നതിൽ A എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് അല്ലേ. ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ B എന്ന് വിളിക്കുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. C എന്ന് വിളിക്കുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. D എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോർട്ടൽ സർക്കുലേഷൻ. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഏത് ഇമേജുകളും ഇതുപോലെ അടയാളപ്പെടുത്താൻ ചോദിക്കും. നിങ്ങൾ അതൊക്കെ എഴുതാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഗ്ലാൻഡിൻ്റെ പേര്, ഹോർമോണിൻ്റെ പേര്, ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ആൻഡ്രോജനും ഫംഗ്ഷനും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഗ്ലാൻഡിൻ്റെ പേര് എഴുതാൻ പറ്റും. ടെസ്റ്റിസ് ആണ് അല്ലേ. ഇവിടെ ടെസ്റ്റിസ് എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ ഇവിടെ തൈമസ് ഉണ്ട്. തൈമസിൻ്റെ ഹോർമോണിൻ്റെ പേര് തൈമോസിനാണ്. സമാനമായ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ തൈമോസിനാണ് ഹോർമോണിൻ്റെ പേര്. ഫങ്ഷൻ എന്താണ്? രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇമ്മ്യൂണിറ്റിയാണ് ഫങ്ഷൻ. ഇവിടെ ഗ്ലൂക്കഗോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡിൻ്റെ പേരെന്താണ്? പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഗ്ലൂക്കഗോൺ അല്ലേ. ഇനി പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് മെലാറ്റോണിൻ. ഓക്കെ, മെലാറ്റോണിൻ ഹോർമോണാണ്. ഇതിൻ്റെ ഫങ്ഷൻ 24 അവർ റിഥം അല്ലേ, നമ്മുടെ ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡിയുടെ റിഥം കീപ്പ് ചെയ്യുന്നത് ഈ ഹോർമോണാണ്. അതല്ലെങ്കിൽ ഇറ്റ് ആക്ട് ആസ് ബയോളജിക്കൽ ക്ലോക്കോ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യനാണ്. അഡ്രിനൽ ഗ്ലാൻഡ് ഈസ് ദ സെൻട്രലി ലൊക്കേറ്റഡ് ടിഷ്യൂ ഇൻ ദ അഡ്രിനൽ ഗ്ലാൻഡ്.
ഓക്കെ, ഹൗ ഡു അഡ്രിനൽ ഗ്ലാൻഡ് ആൻഡ് മെഡുല ഡിഫർ ഇൻ ദെയർ ഫങ്ഷൻ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡിനെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഔട്ട്സൈഡ് ആൻഡ് മെഡുല ലൊക്കേറ്റഡ് ഇൻ ഇൻസൈഡ്. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ദ ഹോർമോൺസ് അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ദ ഹോർമോൺസ് കോൾഡ് കോർട്ടിക്കോയിഡ്. മെഡുല പ്രൊഡ്യൂസ് ദ ഹോർമോൺസ് കോൾഡ് കാറ്റക്കോളമൈൻസ് എന്ന രൂപത്തിൽ. അതുപോലെ അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ദ ഹോർമോൺസ് ലൈക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോ കോർട്ടിക്കോയിഡ്സ്. അതുപോലെ തന്നെ മെഡുലയിലെ ഹോർമോണുകൾ എമർജൻസി ഹോർമോൺസ് എന്നൊക്കെ വിളിക്കുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, അവരുടെ ഫങ്ഷൻസ് നമുക്ക് ഡിഫറൻസ് നമുക്ക് എഴുതാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻസുലിൻ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. അപ്പോൾ ഇൻസുലിൻ നമ്മൾ എന്താ വിളിക്കുക? ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് വിളിക്കുക. എങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? ഏത് ഹോർമോണാണ്? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. അതെന്താണ് ആൻസർ? ഗ്ലൂക്കഗോൺ എന്ന് വിളിക്കുന്ന ഹോർമോണാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഇവിടെ ഇൻസുലിൻ്റെ പ്രത്യേകത, ഇതിനെ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് വിളിക്കുക. കാരണം നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറക്കാൻ വേണ്ടി ഇയാൾ സഹായിക്കുന്നത്. ഡിക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. സോ ഹൈപ്പോ മീൻസ് ഡിക്രീസ്, ഗ്ലൈസീമിക് മീൻസ് ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കുന്നത് കൊണ്ട് ഇൻസുലിൻ നമ്മൾ എന്താ വിളിക്കുക? ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് നമ്മൾ വിളിക്കുക. എന്നാൽ ഇതേപോലെ ഇൻസുലിന് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണെന്ത്? ഗ്ലൂക്കഗോൺ. നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. ഇയാളെന്താ വിളിക്കുക? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് വിളിക്കുക. ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് കുറവായിരിക്കും, ആവശ്യത്തിന് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്ത് ചെയ്യും? കൂട്ടിക്കൊണ്ടുവരണം. അതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ചിലപ്പോൾ അധികമായി ഗ്ലൂക്കോസ് ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കണം. അതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതിന് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്നും, കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് ഗ്ലൂക്കഗോണിനെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നും വിളിക്കും. ചില ആളുകളിൽ ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അസുഖം ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഡയബറ്റിസ് മെല്ലിറ്റസ്. ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം ബ്ലഡിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്ന അവസ്ഥയാണെന്ത്? ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് നമ്മൾ വിളിക്കുന്ന അസുഖം. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇൻസുലിൻ ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ജൈജാൻറ്റിസം ആണെങ്കിൽ ലോ സെക്രീഷൻ ഓഫ് ദ ഗ്രോത്ത് ഹോർമോൺ നമുക്കറിയാം GH. നമ്മൾ വളരാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് GH. ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ജൈജാൻറ്റിസം എന്ന് വിളിക്കും. GHൻ്റെ അളവ് കൂടിയാൽ എന്തുണ്ടാവും? ജൈജാൻറ്റിസം ഉണ്ടാവും. GHൻ്റെ അളവ് കുറഞ്ഞാൽ, ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? ഡ്വാഫിസം എന്നാണ് നമ്മൾ വിളിക്കുക അല്ലേ. ഡ്വാഫിസം എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം മുതിർന്നവരിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? അക്രോമെഗാലി എന്ന് വിളിക്കുന്ന അസുഖം. ഗ്രോത്ത് ഹോർമോൺ അഡൾട്ടായ ആളുകളിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്? അക്രോമെഗാലി. അതുകൂടി പലപ്പോഴും ചോദിച്ചു. ഇനി ഇവിടെ നോക്കൂ, നേരത്തെ വന്ന സെയിം മോഡൽ ക്വസ്റ്റ്യൻ 2018 വന്നതാണ്. ഡ്വാഫിസത്തിന് എന്താണ് കാരണം? ഗ്രോത്ത് ഹോർമോൺ കുറയുന്നതാണ് അല്ലേ. ഡയബറ്റിസ് മെലിറ്റസിന് എന്താണ് കാരണം? ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്. ക്രെറ്റിനിസത്തിന് കാരണം എന്താ? തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്. ഡയൂറസിന് കാരണം എന്താണ്? ഡയൂറസിസ് എന്നറിയോ? മൂത്രത്തിലൂടെ നമ്മുടെ വാട്ടർ നഷ്ടമാവുന്ന അവസ്ഥയാണ് ഡയൂറസിസ്. അങ്ങനെ നഷ്ടമാവുന്നതിന് കാരണം എന്താണ്? വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ഹോർമോണിൻ്റെ കുറവാണ്. ADH എന്ന് പറഞ്ഞാൽ എന്താ? ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ്. ഡയൂറസിനെ തടയുന്ന ഹോർമോണാണ് അല്ലേ. സോ ഡയൂറസിസ് ഈസ് ദ ലോസ് ഓഫ് വാട്ടർ ത്രൂ ദ യൂറിനാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന അസുഖത്തെ നമ്മൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഓർക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കും. ഇവിടെ പാങ്ക്രിയാസ് കൊടുത്തിട്ടുണ്ട്, ഗ്ലൂക്കഗോൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ, ഗ്ലൂക്കഗോണിൻ്റെ ഫംഗ്ഷൻ എന്താ? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് അല്ലേ. ഗ്ലൂക്കോസ് ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. പീനിയൽ ഗ്ലാൻഡ് ഡാഷ് മെലാറ്റോണിൻ. ഇവിടെ മെലാറ്റോണിൻ ഏതാണ് നമ്മളല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 24 hour റിതം ഓഫ് ദ ബോഡി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓക്സിറ്റോസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പ് ഇൻ ബർത്ത് ഹോർമോൺ അല്ലേ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണെന്ത്?
ഓക്സിറ്റോസിൻ. ഇത് നമ്മൾ വിളിക്കുന്ന വേറെ പേരെന്താണ്? ബർത്ത് ഹോർമോൺ എന്ന് വിളിക്കും. കാരണം പ്രസവം നടക്കാൻ വേണ്ടി ഗർഭപാത്രത്തിലെ സ്മൂത്ത് മസിലുകൾ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണെന്ത്? ഓക്സിറ്റോസിൻ. സോ ഓക്സിറ്റോസിൻ ആൾസോ നോൺ ആസ് ബർത്ത് ഹോർമോൺ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ഗ്ലാൻഡിൻ്റെ പേര്. പാരാതൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാരാതൈറോയിഡ് ഗ്ലാൻഡാണ്. വളരെ സിമ്പിളാണ്. അതുപോലെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, TCH. TCH പറഞ്ഞാൽ തൈറോകാൽസിറ്റോണിൻ അല്ലേ? ആ തൈറോകാൽസിറ്റോണിൻ്റെ ഫങ്ഷൻ എന്താണ്? ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. അതുകൊണ്ടാണ് ഇയാൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പോകാൽസീമിക് ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഡിവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്രിനൽ മെഡുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ എഴുതേണ്ടത് അഡ്രിനൽ കോർട്ടെക്സ് നമ്മൾ എഴുതണം അല്ലേ? ഇനി ഇവിടെയുള്ള ഹോർമോണുകളുടെ പേര് ഒന്ന് അഡ്രിനാലിനാണ് എങ്കിൽ മെഡുല എന്നുള്ളൊരു ഹോർമോൺ അഡ്രിനാലിനാണ്. രണ്ടാമത്തത് നോർ അഡ്രിനാലിൻ. ഓക്കെ, അപ്പോൾ എക്സും വൈയും എഴുതിയാൽ നമുക്ക് ഹാഫ് മാർക്ക് വീതം ലഭിക്കും. അഡ്രിനൽ മെഡുലറി ഹോർമോൺസ് ആർ കോൾഡ് ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. വൈ? എന്താണ് ആൻസർ? ദ ഹെൽപ്സ് ഇൻ ടു ഫേസ് ദ എമർജൻസി സിറ്റുവേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത വേറൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഹോർമോണിൻ്റെ പേര് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ANF എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പാങ്ക്രിയാസ് ഇൻസുലിനാണ്. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എരിത്രോപോയിറ്റിൻ എന്ന ഹോർമോണിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാൻ്റെ പേരുണ്ട്. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്, കിഡ്നിയാണ് ആൻസർ. അടുത്തതാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് നേരത്തെ നമ്മൾ പറഞ്ഞു, തൈമോസിൻ എന്ന് വിളിക്കുന്ന ഹോർമോണാണ് അല്ലേ? ഈ തൈമോസിൻ്റെ ഫംഗ്ഷൻ ഗിവ് ഇമ്മ്യൂണിറ്റി, രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. 2016 ക്വസ്റ്റ്യൻ, പാങ്ക്രിയാസ് എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഹോർമോൺ ഉണ്ട്, ഇൻസുലിനുണ്ട്, ഗ്ലൂക്കഗോണും ഉണ്ടല്ലോ. പക്ഷേ ഫംഗ്ഷൻ എന്താ? ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാങ്ക്രിയാസ് എന്ന് ഹൈപ്പോഗ്ലൈസീമിക് ആയ ഹോർമോണിൻ്റെ പേര് തന്നെ ഇവിടെ എഴുതണം. അതാണ് ഇൻസുലിൻ ഹോർമോണാണല്ലേ? കാരണം അതാണ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. തൈമോസിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിൻ്റെ പേര് ഇവിടെ എഴുതണം, തൈമസ് ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ADHൻ്റെ ഫങ്ഷൻ ഇവിടെ എഴുതണം, ഇൻക്രീസ് ദ വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം ദ കിഡ്നി. നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ കിഡ്നിയിൽ വെച്ച് വെള്ളം റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്തതാണ് ഓവറി. ഓവറി എന്നുള്ള ഹോർമോണിൻ്റെ പേര് സപ്പോർട്ട് പ്രഗ്നൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓവറിൽ നിന്ന് 2 ഹോർമോൺ ഉണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ എഴുതേണ്ടത് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ്. അതാണ് പ്രൊജസ്റ്ററോൺ എന്ന് വിളിക്കുന്ന ഹോർമോണാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രത്യേകം എന്താ അറിയോ? പ്രൊജസ്റ്ററോൺ എന്ന് വിളിക്കുന്ന ഹോർമോൺ ഉണ്ട്. ഓക്കെ, ഈ പ്രൊജസ്റ്ററോൺ ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് പ്രഗ്നൻസി ഹോർമോൺ. പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട്, അതുപോലെ തന്നെ ഇത്രയും നമ്മൾ പഠിച്ചു. അതുപോലെ കുട്ടികളെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഫീമെയിൽ ഓവറി. ഓക്കെ, ഈ ഓവറിയിൽ കാണപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചറെ നമുക്ക് വിളിക്കാം എന്ത്? ഫോളിക്കിൾ എന്ന് വിളിക്കാൻ പറ്റും. എന്താ വിളിക്കുക? ഫോളിക്കിൾ. ഈ ഫോളിക്കിളിൽ നിന്നാണ് ഈ കാണുന്ന ടിഷ്യൂ ആയിട്ടുള്ള എന്ത്? ഈ ഓവം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കും, ഈ ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത് മക്കളെ? ഓവ്യൂലേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഓവ്യൂലേഷൻ? ദ റിലീസിങ് ഓഫ് ഓവം ഈസ് കോൾഡ് ഓവ്യൂലേഷൻ. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനാണ്, ഓവ്യൂലേഷന് സഹായിക്കുന്ന ഹോർമോണിൻ്റെ പേര് അതാണ് LH ഹോർമോൺ. ഓവ്യൂലേഷന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? LH ഹോർമോണാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കും, ഓവ്യൂലേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഫോളിക്കിളിന് എന്താണ് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്ന മാറ്റമാണ് ദ ഫോളിക്കിൾ വിൽ ചേഞ്ച് ഇൻ ടു കോർപ്പസ് ലൂറ്റിയം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, കോർപ്പസ് ലൂറ്റിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊജസ്റ്ററോൺ ഹോർമോൺ. പ്രൊജസ്റ്ററോൺ ഹോർമോണിൻ്റെ ഫംഗ്ഷനാണെന്ത്? സപ്പോർട്ട് ദ പ്രഗ്നൻസി. ഓക്കെ, അപ്പോൾ പ്രൊജസ്റ്ററോൺ ഹോർമോൺ ഈസ് നോൺ ആസ് പ്രഗ്നൻസി ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇത് വെച്ച് ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്ത സം ഡിസീസസ് ആർ ഗിവൺ ബിലോ ഹോർമോൺസ് റിലേറ്റഡ് ടു ഈച്ച് ഓഫ് ദ ഇറ്റ്. ഈ അസുഖത്തിന് കാരണമായ
ഹോർമോണുകളുടെ പേര്. ഡയബറ്റിസ് മെല്ലിറ്റസ് ഇൻസുലിൻ ആണ് അല്ലേ. ജൈജാൻറ്റിസം ഗ്രോത്ത് ഹോർമോണാണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഏതാ ഹോർമോണാണ്, ADH ഹോർമോണാണ്. ക്രെറ്റിനിസം തൈറോയിഡ് ഹോർമോണാണ്. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് ലൈക്ക് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, PTH, കാൽസിറ്റോണിൻ ആർ antagonistic in their action in maintaining normal calcium level, substantiate the statement. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻസുലിനെയും ഗ്ലൂക്കഗോണും ആൻറ്റഗോണിസ്റ്റിക് ആണ്, ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. അതേപോലെയാണ് തൈറോകാൽസിറ്റോണിനും PTH എന്നാണ് അവർ പറയുന്നത്. അതിനെ വിശദീകരിക്കാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഇൻസുലിൻ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ത് ചെയ്യാൻ വേണ്ടി, കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഗ്ലൂക്കഗോണോ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. അതേപോലെ തൈറോകാൽസിറ്റോണിൻ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു. PTH ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെ ഒന്ന് കൂട്ടാനും മറ്റത് കുറക്കാനും വേണ്ടി സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് റിയാക്ഷനുകളെ നമുക്ക് വിളിക്കാം ആൻറ്റഗോണിസ്റ്റിക് ഇൻ ആക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തതൊരു മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോണിൻ്റെ പേര് തൈറോക്സിൻ ആണ് ഇവിടെ അല്ലേ. തൈറോക്സിൻ വരുന്നു. തൈറോക്സിൻ്റെ ഫങ്ഷൻ നമുക്കറിയാം. തൈറോക്സിൻ്റെ കുറവ് മൂലമുള്ളൊരു അസുഖം ഇവിടെ ഗോയിറ്റർ നമുക്ക് എഴുതാം അല്ലേ. ഓക്കെ, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഒന്ന് ഇവിടെ ഏതാണുള്ളത്, ഗ്രോത്ത് ഹോർമോണാണ്. അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട അസുഖമാണ് ജൈജാൻറ്റിസം. പാങ്ക്രിയാസുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിനുമായി ബന്ധപ്പെട്ട അസുഖമാണ് ഡയബറ്റിസ് മെല്ലിറ്റസ്. അതുപോലെ തന്നെ തൈമസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് തൈമോസിൻ. അതുമായി അതിൻ്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണെന്ത്, വീക്ക് ഇമ്മ്യൂണിറ്റി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെയിം എനി ടു എക്സാമ്പിൾ ഫോർ ദ ഫോളോവിങ് ഹോർമോൺസ് വിച്ച് കൺട്രോൾ ബ്ലഡ് ഷുഗർ ലെവൽ. ബ്ലഡിലെ ഷുഗറിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണിൻ്റെ പേര് ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് അല്ലേ. സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകളുടെ പേര് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണാണ്. ഈസ്ട്രോജൻ സ്ത്രീകളിലും പ്രൊജസ്റ്ററോൺ പുരുഷന്മാരിലും കാണപ്പെടുന്ന ഹോർമോണാണ്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോർമോണിൻ്റെ പേര്. ഓവറിയിൽ നിന്നുണ്ടാവുന്ന ഹോർമോണിൻ്റെ പേര് ഫങ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, സപ്പോർട്ട് പ്രഗ്നൻസി. അപ്പോൾ ഇതാണ് പ്രൊജസ്റ്ററോണാണ്. അതുപോലെ തന്നെ തൈറോക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേര് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് ഇവിടെ എഴുതണം. അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിൻ്റെ പേരെന്താണ്, ഗ്ലാൻഡിൻ്റെ പേര് അഡ്രിനൽ ഗ്ലാൻഡാണ്. പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പർ ഗ്ലൈസിമിക് ആയിട്ടുള്ള ഹോർമോണാണെന്ത്, ഗ്ലൂക്കഗോണാണ് അല്ലേ. ഓക്കെ, ഇനി ഡാഷ് ഹോർമോൺ കൺട്രോൾ ദ ഡയൂർണൽ റിതം ഓഫ് ദ ബോഡി, മെലാറ്റോണിൻ. ഇൻസുലിൻ കൺട്രോൾ ദ ഡാഷ് ലെവൽ ഓഫ് ദ ബ്ലഡ്, ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. ഹൈപ്പർ ഗ്ലൈസിമിക് ആയ ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിക് ആയ ഹോർമോൺ ഇൻസുലിനാണ്. ഡ്വാഫിസത്തിന് ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോണാണ്. ഓവർ സെക്രീഷൻ ഓഫ് ദ ഗ്രോത്ത് ഹോർമോൺ എന്താ, ജൈജാൻറ്റിസമാണ്. ഗോയിറ്റർ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ആണ്. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്താണ്, ഡെഫിഷ്യൻസി ഓഫ് എന്താണ്, ഇൻസുലിനാണ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഇതാണ് CCK. നമ്മൾ നേരത്തെ പറയാത്തൊരു ഹോർമോണാണ് CCK. CCK എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഹോർമോണാണ്. CCK എന്ന് പറഞ്ഞാൽ കോളിസിസ്റ്റോകൈനിനാണ്. ഇയാളുടെ ഫങ്ഷൻ ദ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈൽ ജ്യൂസ്. എറിത്രോപോയിറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കിഡ്നിയാണ് അല്ലേ. ഫങ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് RBC ഫോർമേഷനാണ്. നെക്സ്റ്റ് വൺ ഹൃദയത്തിൽ നിന്നുള്ളൊരു ഹോർമോണിൻ്റെ പേര് ANF ആണ്. അത് ഇവിടെ എഴുതണം. PTH ഉൽപ്പാദിപ്പിക്കുന്ന സൈറ്റ്. PTH എന്ന് പറഞ്ഞാൽ പാരാതൈറോയിഡ് ഹോർമോണാണ്. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, ആൻഡ് 35th ക്വസ്റ്റ്യൻ. തൈറോക്സിൻ ഹോർമോണുമായി ബന്ധപ്പെട്ടത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അല്ലേ. തൈറോക്സിൻ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്, തൈറോക്സിൻ്റെ ഫങ്ഷൻ റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ്. നമ്മുടെ ബോഡിയിലെ ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്, ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഈ ഓക്സിറ്റോസിൻ്റെ ഫങ്ഷൻ എന്താ, കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് അല്ലേ. നമ്മുടെ ഗർഭപാത്രത്തിലെ സ്മൂത്ത് മസിലുകളുടെ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്. ഇവിടെ രണ്ടെണ്ണം ഉള്ളെങ്കിലും അത് മാച്ച് ചെയ്യാൻ വേണ്ടി 4 വീതം തന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുട്ടികളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇനി തൈമസ് ഗ്ലാൻഡ് ഈസ് ഫൗണ്ട്
to be not functioning in a 6-year-old baby. How will this condition affect the immune system? അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? തൈമസ് ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തൈമോസിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയും, അത് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിയെ അത് ബാധിക്കും. ഓക്കെ, ഇനി അടുത്തത് തൈമസ് ഗ്ലാൻഡ് ഇവിടെ ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേര് തൈമോസിനാണ്. ഇവിടെ ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്. അഡ്രിനൽ ഗ്ലാൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്ലാൻഡിൻ്റെ പേര് അഡ്രിനാലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്ലാൻഡിൻ്റെ പേര് അഡ്രിനൽ ഗ്ലാൻഡാണ്. ഇവിടെ കിഡ്നി എരിത്രോപോയിറ്റിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫങ്ഷൻ എഴുതണം. ഫങ്ഷൻ എന്താണ്? എരിത്രോപോയിറ്റിൻ്റെ ഫോർമേഷൻ ഓഫ് RBC ആണ്. പാങ്ക്രിയാസ് നിന്നുണ്ടാവുന്ന ഹോർമോണിൻ്റെ പേര് എഴുതണം. ഇവിടെ ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കുന്ന പാങ്ക്രിയാസിലെ ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അത് നല്ല രൂപത്തിൽ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, എക്സാമിനെ ഫേസ് ചെയ്യുക, മികച്ച സ്കോറുകൾ നിങ്ങളെല്ലാവരും നേടിയിരിക്കും. ഓക്കെ.